ഹലോ മക്കളെ, നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ബോട്ടണി പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ വരാറുള്ളത് +1 ബോട്ടണി എന്നാണ്. +1 ബോട്ടണി തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് പ്ലാന്റ് ഫിസിയോളജി എന്നാണ്. പ്ലാന്റ് ഫിസിയോളജിയിൽ പ്രധാനമായിട്ട് 3 ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഉണ്ട്, സെല്ലുലാർ റെസ്പിറേഷൻ ഉണ്ട്, അല്ലെങ്കിൽ റെസ്പിറേഷൻ എയർ പ്ലാന്റ്സ് ഉണ്ട്, ഫോട്ടോസിന്തസിസ് എയർ പ്ലാന്റ്സ്. ഈ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസിനെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. പെട്ടെന്ന് നമുക്ക് നോക്കാം, അതുമായി ബന്ധപ്പെട്ട തിയറിയും നമുക്ക് പെട്ടെന്ന് പറയാം. നോക്കണേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും നോക്കിക്കൊള്ളണം. റീഡ് ദ ഫോളോയിങ് ആൻഡ് സിലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. താഴെ തന്നിട്ടുള്ളതിൽ വായിച്ചിട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. എത്തഫോൺ ഈസ് യൂസ്ഡ് ആസ് എ സോഴ്സ് ഓഫ് എഥിലിൻ. അപ്പോൾ പ്ലാന്റ് ഗ്രോത്ത് എന്നുള്ള ചോദ്യമാണ് ആദ്യം നിന്ന് മനസ്സിലായി. എത്തഫോൺ ഈസ് യൂസ്ഡ് ആസ് എ സോഴ്സ് ഓഫ് എഥിലിൻ, കറക്റ്റ് ആണ്. എത്തഫോണിന്റെ എഥിലീന്റെ ഒരു കെമിക്കൽ കോമ്പൗണ്ട് ആയിട്ട് നമ്മൾ അഗ്രികൾച്ചറിൽ ഉപയോഗിക്കുന്ന കോമ്പൗണ്ട് ആണ് എത്തഫോൺ എന്ന് പറയുന്നത്. അപ്പോൾ എത്തഫോൺ സോഴ്സ് ഓഫ് എഥിലീൻ ആണ്, വളരെ കറക്റ്റ് ആണ്. ABA plays an important role in the seed development, maturation and seed dormancy. ABA, abscisic acid, സ്ട്രെസ് ഹോർമോൺ എന്നാണ് അയാൾ അറിയപ്പെടാറില്ലേ. ഈ സ്ട്രെസ് ഹോർമോൺ എന്തിനൊക്കെ സഹായിക്കുന്നുണ്ട്? സീഡ് ഡെവലപ്മെന്റിനും മെച്ചുറേഷനും ഡോർമൻസിക്കും സഹായിക്കുന്നുണ്ട്. കറക്റ്റ് ആണ് സ്റ്റേറ്റ്മെന്റ്. ജിബർലിൻ പ്രൊമോട്ട് ബോൾട്ടിങ്. മാൾട്ടിങ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബോൾട്ടിങ്ങും മാൾട്ടിങ്ങിനും സഹായിക്കുന്നത് ജിബർലിൻ ആണ്. ഈ ജിബർലിൻ ബോൾട്ടിങ് പ്രൊമോട്ട് ചെയ്യുന്നത് എവിടേക്കെന്നുള്ളതാണ് ഒരു ചോദ്യം. ബീറ്റിലും അത് ഉണ്ടാവാറുണ്ട്, കാബേജസിലും അത് ഉണ്ടാവാറുണ്ട്, പിന്നെ റോസറ്റെ ഹാബിറ്റാറ്റിലുള്ളവരുണ്ട്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പൊ ജിബർലിൻ, ഇവിടുത്തെ ചോദ്യം ശ്രദ്ധിക്കണേ, ജിബർലിൻ എന്തൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്? ബോൾട്ടിംഗ് ഉണ്ട്, മാൾട്ടിംഗ് ഉണ്ട്. ബോൾട്ടിംഗ് എവിടേക്കാണ്? ബീറ്റിലും കാബേജിലും. എന്താണ് ബോൾട്ടിംഗ്? റൊസറ്റെ ഹാബിറ്റാറ്റ് ഉള്ള പ്ലാന്റുകളിൽ ഫ്ലവറിങ്ങിന്റെ തൊട്ട് മുന്നേ ഇന്റർനോഡ് ഇലോങ്ങേറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ബോൾട്ടിംഗ്. ബോൾട്ടിങ്ങിന് സഹായിക്കുന്നത് ജിബർലിൻ ആണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 2,4-D is widely used to kill monocot plants. ഈ സ്റ്റേറ്റ്മെന്റിൽ തെറ്റുണ്ട്. 2,4-D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിന്തറ്റിക് ആയിട്ടുള്ള ഓക്സിൻ ആണ്. ഈ സിന്തറ്റിക് ആയിട്ടുള്ള ഓക്സിൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? മോണോക്കോട്ട്. വൈഡ്ലി യൂസ് ടു കിൽ മോണോക്കോട്ട് അല്ല, ഡൈക്കോട്ട് വീടുകളെ അവർ കൊല്ലും, മോണോക്കോട്ട് വീടുകളെ അവർ അഫക്റ്റ് ചെയ്യൂല. അങ്ങനെ ഡൈക്കോട്ട് വീടുകളെ കൊല്ലാൻ കഴിയുകയും മോണോക്കോട്ട് വീടുകളെ അഫക്റ്റ് ചെയ്യാതിരിക്കാൻ, മോണോക്കോട്ട് പ്ലാന്റിനെ അഫക്റ്റ് ചെയ്യാതെ ഡൈക്കോട്ട് പ്ലാന്റുകൾ അല്ലെങ്കിൽ ഡൈക്കോട്ട് വീടുകളെ കൊല്ലാൻ പറ്റുന്നതുകൊണ്ടാണ് 2,4-D ഗാർഡനേഴ്സ് എന്തായിട്ട് ഉപയോഗിക്കുന്നത്? ഈ ഗാർഡനിങ്ങിൽ വീഡ് ഫ്രീ ലോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടുന്ന് 2,4-Dയുടെ ഫുൾ ഫോം നിങ്ങൾ പഠിച്ചേക്കണം. 2,4-ഡൈക്ലോറോ ഫിനോക്സി അസറ്റിക് ആസിഡ്. അതൊരു വീടിനെ കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിന്തറ്റിക് ആയിട്ടുള്ള ഓക്സിൻ ആണെന്നും കൂടി ഓർത്തേക്കാം. അപ്പോൾ ഈ ചോദ്യത്തിൽ നിന്ന് ഒരുപാട് പോയിന്റുകൾ കിട്ടി. ഇതിന് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എടുക്കാനാണ് നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റും സെക്കൻഡും തേർഡും ശരിയാണ്, ഫോർത്ത് തെറ്റാണ്. അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ 2 ആണ് നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവുക. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയില്ലേ? എങ്കിൽ രണ്ടാമത്തെ ചോദ്യം, ഈ ചാപ്റ്റർ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഈ ഒരു ഏരിയയിലുള്ള ഈ ഒരു മാച്ചിങ്ങിനാണ് ഈ ചാപ്റ്ററിന് ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത്. ഒന്നെങ്കിൽ ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ മാച്ചിങ്. മാച്ചിങ്ങിന്റെ അടുത്ത ചോദ്യം നോക്കണം. ലിസ്റ്റ് 1, ലിസ്റ്റ് 2 മാച്ച് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ 4 പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സിന് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓക്സിൻ ഉണ്ട്, കൈനറ്റിൻ ഉണ്ട്, ജിബർലിക് ആസിഡ് ഉണ്ട്, എഥിലീൻ ഉണ്ട്. ഇപ്പുറത്ത് എന്താ തന്നേക്കുന്നത്? ഫസ്റ്റ് സൈറ്റോകൈൻ, അവരുടെ ഫംഗ്ഷൻ ആണ് തന്നേക്കുന്നത്. ഫൂളി സീഡ്ലിംഗ്, അവരുമായി ബന്ധപ്പെട്ട സാധനമാണ് തന്നേക്കുന്നത്. ഡിസ്കവറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് തന്നേക്കുന്നത്. നോക്കാം നമുക്ക്. നോക്കിക്കോണേ, ഫസ്റ്റ് ഓക്സിൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ഓക്സിനെ കണ്ടെത്തിയത് ആരൊക്കെ? ചാൾസ് ഡാർവിനും ഫ്രാൻസിസ് ഡാർവിനുമാണ്. അത് എവിടെ നിന്നാണ് കണ്ടെത്തിയതെന്ന് വെച്ചാൽ കോളിയോപ്റ്റൈൽ ഓഫ് ഓട്ട് സീഡ്ലിംഗ്. കണ്ടോ, കിട്ടി. അപ്പോൾ ഇങ്ങോട്ടേക്കാണ് മാച്ച് ചെയ്യാൻ പറ്റുക. കാനറി ഗ്രാസ് എന്നാണ് അവർ കണ്ടെത്തുന്നത്. ഓട്ട് സീഡ്ലിംഗ് എന്ന് പിന്നെ അതിന് ഐഡന്റിഫൈ ചെയ്യുന്നതാണ് FW വെന്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മാച്ച് ചെയ്യാൻ പറ്റുന്നത് ഓക്സിൻ കോളിയോപ്റ്റോയിൽ ഓഫ് ഓട്ട് സീഡ്ലിംഗ് ആണെന്ന് മനസ്സിലായി. കൈനറ്റിൻ ഫസ്റ്റ് സൈറ്റോകൈനിൻ നമുക്ക് ഇങ്ങോട്ടേക്ക് മാച്ച് ചെയ്യാം. ജിബർലിക് ആസിഡ് കണ്ടെത്തുന്നത് എവിടെ നിന്നാണ്? ജിബറല്ല ഫ്യൂജിക്കോറെ, ആ പേര് ഓർത്തേക്കണേ. ജിബറല്ല ഫ്യൂജിക്കോറെ എന്ന് പറഞ്ഞ ഫംഗസുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആ ഫംഗസ് ആണ് എന്ത് അസുഖം ഉണ്ടാക്കുന്നത്? ഫൂളി സീഡ്ലിംഗ് ഡിസീസ്. അതിന് പറയുന്ന വേറൊരു പേരെന്താന്ന് ചോദിച്ചാൽ മക്കൾ എന്താ പറയുക? ബെക്കാനെ ഡിസീസ് എന്നാണ് പറയുക അല്ലേ. ബെക്കാനെ ഡിസീസ് അല്ലെങ്കിൽ ഫൂളി സീഡ്ലിംഗുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ജിബർലിക് ആസിഡിനെ കണ്ടെത്തുന്നത്. എഥിലീൻ ആണ് പിന്നെ എന്ത് ചെയ്യാറുള്ളത്? HH കസിൻസ് ആണ് എഥിലീൻ കണ്ടെത്തിയിട്ടുള്ളത് നമുക്കറിയാം. അങ്ങനെ മാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ 3 ആൻസർ കിട്ടിയിട്ടുണ്ടാവും. കിട്ടിയോ? കറക്റ്റ് ആയിട്ട് കിട്ടിയോ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട പേരുകൾ നോക്കടാ. ഓക്സിനെ കണ്ടെത്തിയത് ചാൾസ് ഡാർവിനും ഫ്രാൻസിസ് ഡാർവിനും. അതിനെ ഐസൊലേറ്റ് ചെയ്തത് ഏതാണ്? FW വെന്റ് ആണ്. പിന്നെ ആദ്യമായിട്ട് ഓക്സിൻ ഐസൊലേറ്റ് ചെയ്തത് ഹ്യൂമൻ യൂറിൻ ആണെന്നുള്ള പോയിന്റ് ഒക്കെ നമുക്കൊക്കെ അറിയാം അല്ലേ. അതുമായി ബന്ധപ്പെട്ട് പിന്നെ ഓക്സിൻ്റെ കുറേ ഫംഗ്ഷൻസ് ഉണ്ട്. റൂട്ടിങ് പ്രൊമോട്ട് ചെയ്യുന്നു, അതുപോലെ സൈലം ഡിഫറൻസിയേഷൻ സഹായിക്കുന്നു. അങ്ങനത്തെ കുറേ പോയിന്റുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. അത് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയോ? എപ്പിക്കൽ ഡോമിനൻസിനെ ഇയാൾ എപ്പിക്കൽ ഡോമിനൻസ് പ്രൊമോട്ട് ചെയ്യും. എപ്പിക്കൽ ഡോമിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്രൊമോഷൻ ഓഫ് എപ്പിക്കൽ ബഡ് ആൻഡ് ഇൻഹിബിഷൻ ഓഫ് ലാറ്ററൽ ബഡ്. ലാറ്ററൽ ബഡിന്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്തിട്ട് അപ്പിക്കൽ ബഡിന്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് എപ്പിക്കൽ ഡോമിനൻസ്. ഓക്സിൻ ആണ് അപ്പിക്കൽ ഡോമിനൻസിന് സഹായിക്കുക. അങ്ങനെ അപ്പിക്കൽ ഡോമിനൻസ് ഉണ്ടായാലുള്ള കുഴപ്പം എന്താ? പ്ലാന്റിന് ലെങ്ത് കൂടും, ബ്രാഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. കാരണം ലാറ്ററൽ ബഡ് ഇല്ലല്ലോ. ലാറ്ററൽ ബഡ് ഇല്ല, പിന്നെ ബ്രാഞ്ച് ആയിട്ട് മാറുക.
അപ്പോൾ അപ്പിക്കൽ ഡോമിനൻസ് ഉണ്ടായ പ്ലാന്റിന് ലെങ്ത് കൂടുകയാണ് ചെയ്യുക, ബ്രാഞ്ചസ് ഉണ്ടാവില്ല നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇത് നമ്മൾ പഠിക്കേണ്ടത് അപ്പിക്കൽ ഡോമിനൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ഓക്സിൻ ആണെങ്കിൽ ആ അപ്പിക്കൽ ഡോമിനൻസിനെ ഇൻഹിബിറ്റ് ചെയ്യണ മറ്റൊരു ഹോർമോൺ ഉണ്ട്, അതാണ് സൈറ്റോകൈനിൻ എന്ന് പറയുന്നത്. സോ അപ്പിക്കൽ ഡോമിനൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ഓക്സിൻ, അപ്പിക്കൽ ഡോമിനൻസിനെ ഇൻഹിബിറ്റ് ചെയ്യണത് സൈറ്റോകൈനിൻ. ഇനി നമ്മൾ പറഞ്ഞു അപ്പിക്കൽ ഡോമിനൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജനറലി ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡീകാപ്പിറ്റേഷൻ ചെയ്താൽ മതി അല്ലേ. അപ്പിക്കൽ ടിപ്പ് റിമൂവ് ചെയ്യുന്ന പ്രക്രിയയാണ് ഡീകാപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ടീ പ്ലാന്റേഷൻസിലും ടീ പ്ലാന്റിലും അതുപോലെ ഹെഡ്ജ് മേക്കിങ്ങിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ വാക്ക് ക്ലിയർ ആയി മനസ്സിലായി. എങ്കിൽ അടുത്ത് ചോദിച്ചു നോക്കടാ, 2 കോളം കൂടി മാച്ച് ചെയ്യാൻ നോക്കുകയാണ്. ഇനി വീണ്ടും മാച്ചിങ്ങിനാണ് ചോദിച്ചത്. ഹോർമോൺസും അവരുടെ ഫംഗ്ഷനാണ് കണ്ടോ. ആദ്യം ഹോർമോൺസ് അവരുടെ ഡിസ്കവറി ആണ് തന്നത്, പിന്നെ ഹോർമോൺസ് അവരുടെ ഫംഗ്ഷനാണ് ഇവിടെ തന്നത്. നോക്കിക്കോണേ, ഓക്സിനുണ്ട്, ജിബർലിനുണ്ട്, എതിലുണ്ട്, അബ്സിസിക് ആസിഡ് ഉണ്ട്. ഫംഗ്ഷൻസ് നോക്കിക്കോട്ടെ എല്ലാവരും. ഓക്സിൻ എന്തിനാണ് സഹായിക്കുന്നത് വെച്ചാൽ ഇനീഷ്യേറ്റ് റൂട്ടിംഗ് ഇൻ സ്റ്റെം കട്ടിങ്. എല്ലാവർക്കും അറിയാം റൂട്ടിങ്ങിൽ സ്റ്റെം കട്ടിങ്സിൽ റൂട്ടിംഗ് പ്രൊമോട്ട് ചെയ്യാൻ ഓക്സിൻ സഹായിക്കുന്നുണ്ട്. ജിബർലിൻ ലീഫ് സെനിസൻസ് ഡിലേ ചെയ്യുന്നുണ്ട്. ഫ്രൂട്ടിന്റെ ലീഫിന്റെ ഒക്കെ സെനിസൻസ് ഡിലേ ചെയ്യാൻ ഇയാളെ സഹായിക്കുന്നുണ്ട്. എതിലീൻ ആണെങ്കിൽ എന്താ ചെയ്യുക, റെസ്പിറേറ്ററി ക്ലൈമാറ്റിക് അല്ലെ, ഫ്രൂട്ടൊക്കെ റൈപ്പൻ ചെയ്യുന്ന സമയത്ത് അവരുടെ ബോഡി അവരുടെ ഇതിൽ എന്ത് ചെയ്യും, റെസ്പിറേഷന്റെ റേറ്റ് കൂടും. അതിനെ പറയുന്ന പേരാണ് റെസ്പിറേറ്ററി ക്ലൈമാറ്റിക് എന്ന് പറയുന്നത്. അതിന് സഹായിക്കുന്നത് ഇതിലാണ്. അബ്സിസിക് ആസിഡ് ആണെങ്കിൽ സ്റ്റിമുലേറ്റ് ദ ക്ലോഷർ ഓഫ് സ്റ്റൊമാറ്റ. പ്ലാന്റിന് ബയോട്ടിക് ആയിട്ടോ അബയോട്ടിക് ആയിട്ടോ സ്ട്രെസ് വരുമ്പോൾ അതിനെ വന്നിട്ട് ഓവർകം ചെയ്യാൻ സഹായിക്കുന്ന ആളാണ് അബ്സിസിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്ഷൻ 2 ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കും. ക്ലിയർ ആയിട്ട് മനസ്സിലായോ? എങ്കിൽ നമ്മൾ ഇനി കിടക്കാൻ പോകുന്നത് റെസ്പിറേഷൻ എന്നുള്ള ചാപ്റ്ററിലെ 2-3 പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്കാണ്. റെസ്പിറേഷൻ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. കോംപ്ലക്സ് 4 റെഫേഴ്സ് ടു കോംപ്ലക്സ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം അത് ETSുമായി ബന്ധപ്പെട്ടാണ്, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിനിൽ വെച്ചിട്ടാണ് ഇത് നടക്കുക എന്ന് എല്ലാവർക്കും അറിയാം. ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ അവിടെ 4 കോംപ്ലക്സുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? കോംപ്ലക്സ് 1 ഉണ്ട്, അതുപോലെ തന്നെ കോംപ്ലക്സ് 2 ഉണ്ട്, കോംപ്ലക്സ് 3 ഉണ്ട്, അതുപോലെ തന്നെ കോംപ്ലക്സ് 4. 4 കോംപ്ലക്സുകൾ അതിലുണ്ട്. ഇലക്ട്രോണിനെ ക്യാരി ചെയ്യാൻ വേണ്ടി 4 കോംപ്ലക്സുകളുണ്ട്. 5ാമതൊരു കോംപ്ലക്സ് ഉണ്ട്, അതാണ് കോംപ്ലക്സ് 5 എന്ന് പറയുന്നത്. ഈ 4 പേരും ആരെയാണ് ക്യാരി ചെയ്യുക? ഇലക്ട്രോണിനെ ക്യാരി ചെയ്യുമ്പോൾ ഇയാൾ ആരെയാണ് ക്യാരി ചെയ്യുക? പ്രോട്ടോണെയാണ് ക്യാരി ചെയ്യുക എന്ന് എല്ലാവർക്കും അറിയാം. പ്രോട്ടോണെ ക്യാരി ചെയ്യാനാണ് കോംപ്ലക്സ് 5. ഇനി ഓരോ കോംപ്ലക്സിന്റെ പേര്. 1ാമത്തെ കോംപ്ലക്സിന്റെ പേരാണ് NADH ഡീഹൈഡ്രോജിനൈസ് എന്നാണ് പറയാം. കോംപ്ലക്സ് 2ന്റെ പേര് എന്റെ കൂടെ പറഞ്ഞു പിടിച്ചേ. കോംപ്ലക്സ് 2 FADH ഡീഹൈഡ്രോജിനൈസ് അല്ലെങ്കിൽ സക്സിനേറ്റ് ഡീഹൈഡ്രോജിനൈസ് എന്നാണ് 2ാമതിനെ പറയാം. FADH ഡീഹൈഡ്രോജിനൈസ് പറഞ്ഞാൽ സക്സിനേറ്റ് ഡീഹൈഡ്രോജിനൈസ് എന്ന് പറയാം. കോംപ്ലക്സ് 3ന്റെ പേരാണ് സൈറ്റോക്രോം BC1 കോംപ്ലക്സ് എന്നാണ് പറയാ. കോംപ്ലക്സ് 4ന്റെ പേരാണ് സൈറ്റോക്രോം C ഓക്സിഡൈസ് എന്നാണ് കോംപ്ലക്സ് 4ന്റെ പേര്. കോംപ്ലക്സ് 5നെ നമ്മൾ ATP സിന്തേസ് എന്നാണ് പറയാ. എടാ ഇവിടുന്ന് എന്തായാലും ഒരു ചോദ്യം ചോദിക്കൂട്ടോ. എന്ന് നോക്കിക്കോണേ, കോംപ്ലക്സ് 1നെയും കോംപ്ലക്സ് 3നെയും കണക്ട് ചെയ്യാൻ അവരുടെ ഇടയിൽ യുബിക്വിനോൺ ഉണ്ട്. കോംപ്ലക്സ് 1നെയും 3നെയും എങ്ങനെയാണ് കിടക്കുക? 1, 3, 2, 4, 5 ഇങ്ങനെയാണ് കോംപ്ലക്സ് കിടക്കുക. 1നെയും 3നെയും കണക്ട് ചെയ്യാൻ ഇവിടെ യുബിക്വിനോൺ ഉണ്ട്. 2നെയും 3നെയും കണക്ട് ചെയ്യാനും ഇവിടെ യുബിക്വിനോൺ ഉണ്ട്. എന്നാൽ 3നെയും 4നെയും കണക്ട് ചെയ്യാൻ ഇവിടെ ഉള്ളത് സൈറ്റോക്രോം C എന്ന് പറയുന്ന ഒരു മൊബൈൽ ഇലക്ട്രോൺ കാരിയർ ആണ്. അതിന് ഓക്സിഡൈസ് ചെയ്യുന്നതുകൊണ്ടാണ് കോംപ്ലക്സ് 4ന് സൈറ്റോക്രോം C ഓക്സിഡൈസ് എന്ന പേര് വന്നത്. ഇതൊക്കെയാണോ? ATP സിന്തൈസ് എൻസൈമിന് 2 ഭാഗങ്ങളുണ്ട്. F0 എന്ന് പറയുന്ന പാർട്ടുണ്ട്, F1 എന്ന് പറയുന്ന പാർട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഈ ഭാഗത്തുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ പറഞ്ഞു, ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ പറഞ്ഞു. നോക്കണം കേട്ടോ. കോംപ്ലക്സ് 4 എന്ന് പറയുന്നത് സൈറ്റോക്രോം C ഓക്സിഡൈസ് ആണ്. ക്ലിയർ അല്ലേ? ഇപ്പോൾ ഓപ്ഷൻ 2 ആൻസർ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. അടുത്ത നോക്കണം, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? താഴെ തന്നില്ലേ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ് ചോദ്യം. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ശരിക്കും ശ്രദ്ധി വായിച്ചാൽ അങ്ങനെ കിട്ടും. TCA സൈക്കിൾ, ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ, അതിനെ നമ്മൾ ക്രബ് സൈക്കിൾ എന്നാണ് പറയുക. ഈ ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ നോക്കണേ, ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ പ്രൊഡ്യൂസ് 12 ATP ഡയറക്ട്ലി ഡ്യൂറിങ് എയ്റോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. എയ്റോബിക് റെസ്പിറേഷന്റെ സമയത്ത് ഡയറക്റ്റ് ആയിട്ട് ഒരു ക്രബ് സൈക്കിളിൽ നിന്ന് 1 ATP ഉണ്ടാവുന്നുള്ളൂ. അഥവാ GTP ആയിട്ട് കപ്പിൾ റിയാക്ഷൻ വഴി 1 ATP ആയി മാറുന്നുള്ളൂ. 12 ATP ഉണ്ടാവുന്ന പറഞ്ഞാൽ തെറ്റാണ്. എങ്കിൽ അടുത്ത നോക്കടാ. ഡ്യൂറിങ് എയ്റോബിക് റെസ്പിറേഷൻ ഓക്സിജൻ റിക്വയർഡ് അറ്റ് TCA സൈക്കിൾ ആസ് വെൽ ആസ് ETS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. എയ്റോബിക് റെസ്പിറേഷന്റെ സമയത്ത് എവിടെ വേണ്ട? ക്രബ് സൈക്കിളിന് ഓക്സിജൻ വേണ്ട, ETSൽ മാത്രം മതി. അതും ETSന്റെ ടെർമിനൽ സ്റ്റേജിലാണ് ഓക്സിജൻ ഉപയോഗിക്കുന്നത്. ഇനി ടെർമിനൽ സ്റ്റേജിൽ ഓക്സിജൻ വന്ന് ആ ഇലക്ട്രോണിനെ സ്വീകരിച്ച് ഹൈഡ്രജനെ സ്വീകരിച്ച് റെഡ്യൂസ് ചെയ്തിട്ട് വാട്ടർ മോളിക്യൂളായി മാറുകയാണ് ചെയ്യുക. ഇന്ന് നിങ്ങൾ ആലോചിക്കണേ, ടെർമിനൽ സ്റ്റേജിൽ ETSന്റെ ടെർമിനൽ സ്റ്റേജിൽ ഇലക്ട്രോൺ വന്നില്ല എങ്കിൽ ഇലക്ട്രോൺ ഫ്ലോ ബ്ലോക്ക് ആവും. ഇലക്ട്രോൺ ഫ്ലോ ബ്ലോക്ക് ആയാൽ ATP സിന്തസിസ് ബ്ലോക്ക് ആവും. പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഉണ്ടാവില്ല. പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഉണ്ടാവാതെ ATP സിന്തസിസ് ബ്ലോക്ക് ആവും. അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കണേ. ഡ്യൂറിങ് എയ്റോബിക് റെസ്പിറേഷൻ ഓക്സിജൻ റിക്വയർഡ് TCA സൈക്കിൾ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ETSൽ മാത്രം മതി.
അടുത്തത് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ മെട്രിക്സ് ഓഫ് മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ നടക്കുന്നത് ETSിലാണ്. അപ്പോൾ ഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞാൽ മക്കൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഫോസ്ഫോറിലേഷൻ പ്രധാനമായിട്ടും 3 രീതിയിലാണ് നടക്കുക. ഫോട്ടോ ഫോസ്ഫോറിലേഷൻ ഉണ്ട്, കേട്ടിട്ടുണ്ടോ? ഫോട്ടോ ഫോസ്ഫോറിലേഷൻ ഫോട്ടോസിന്തസിന്റെ സമയത്ത് നടക്കുന്നതാണ്. ലൈറ്റിന്റെ പ്രസൻസിൽ ATP ഉണ്ടാവുക. ഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞാൽ ATP ഉണ്ടാക്കുന്ന പ്രക്രിയ എന്ന് എല്ലാവർക്കും അറിയാലോ. ഫോട്ടോ ഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിന്റെ പ്രസൻസിൽ ATP ഉണ്ടാവുക. അടുത്തതാണ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ. റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ഒരു സബ്സ്ട്രേറ്റിൽ നിന്ന് ഒരു ഫോസ്ഫറസ് പോയിട്ട് ADPയുമായി കൂടിച്ചേർന്ന് ATP ഉണ്ടാവുന്നതിനാണ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ എന്ന് പറയുക. അത് നിങ്ങൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്, റെസ്പിറേഷനിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ. അത് കഴിഞ്ഞാൽ പിന്നീട് വരുന്നതാണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NADH FADH പോലെയുള്ള കോമ്പൗണ്ടുകളെ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഇലക്ട്രോണുകൾ മൂവ് ചെയ്ത് പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഉണ്ടായി അതുവഴി ATP ഉണ്ടാവുന്നതിനെ പറയുന്ന പേരാണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ നടക്കുന്നത് ETS ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിനിലാണ്, ETSിലൂടെയാണ്. അപ്പോൾ അത് നടക്കുന്നത് മൈറ്റോകോൺട്രിയല എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അത് ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിനിലാണ് നടക്കുക. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ക്ലിയർ അല്ലേ? അടുത്തത് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ മൈറ്റോകോൺട്രിയ ഓഫ് മെംബ്രെയിൻ. കണ്ടോ, ക്രബ് സൈക്കിളാണ് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ നടക്കുക അല്ലേ. സിട്രിക് ആസിഡ് ഐസോസിട്രേറ്റ് ആയിട്ട് അതിന്റെ കൂടെ തന്നെ ആൽഫ കീറ്റോഗ്ലൂട്ടാറിക് ആസിഡ് ആയിട്ട് മാറും. അപ്പോൾ സിട്രിക് ആസിഡ് ആൽഫ കീറ്റോഗ്ലൂട്ടാറിക് ആസിഡ് ആവും, ആൽഫ കീറ്റോഗ്ലൂട്ടാറിക് ആസിഡ് സക്സിനൽ കോഎൻസൈം ആയി മാറും. ഈ 2 സമയത്താണ് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ നടക്കുക, കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യുക. അങ്ങനെ ഒരു കാൽവിൻ സൈക്കിളിൽ ഒരു ക്രബ് സൈക്കിളിൽ രണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് റിലീസ് ചെയ്യുക. ക്ലിയർ അല്ലേ? അപ്പോൾ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ 1 ആണെന്ന് കിട്ടി. എങ്കിൽ അടുത്ത ചോദ്യം ക്ലിയർ അല്ലടാ, തിയറി പറയുന്നത് വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഫോട്ടോസിന്തസിലെത്തി, നേരെ നമ്മൾ ക്രബ് സൈക്കിൾ കഴിഞ്ഞു, ഇനി നോക്കണേ റെസ്പിറേഷൻ കഴിഞ്ഞ് ഫോട്ടോസിന്തസിൽ 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചെയ്യണം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് ഫോർ ഫോട്ടോ റെസ്പിറേഷനുമായി ബന്ധപ്പെട്ട് കറക്റ്റ് അല്ലാത്തത് ഏത് എന്ന് പഠിച്ചു. അപ്പോൾ നമുക്കറിയാം എന്താണ് ഫോട്ടോ റെസ്പിറേഷൻ എന്ന് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം ഇത് പഠിക്കണം. കാർബൺ ഡൈ ഓക്സൈഡ് ആക്സെപ്റ്റർ മോളിക്യൂളായ കാർബൺ ഡൈ ഓക്സൈഡും RUBPയും കൂടി ചേർന്ന് 2 മോളിക്യൂൾസ് ഓഫ് PGA ഉണ്ടാവുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് കാർബോക്സിലേഷൻ എന്നാണ് പറയുക. അപ്പോൾ മക്കൾക്കറിയാം, കാർബോക്സിലേഷൻ കേട്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താ ഈ RUBP ഹാസ് എൻ അഫിനിറ്റി ടുവേർഡ്സ് ബോത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഓക്സിജൻ. കാർബൺ ഡൈ ഓക്സൈഡിനോടും അഫിനിറ്റി ഉണ്ട്, ഓക്സിജനോടും അഫിനിറ്റി ഉണ്ട്. ഇനി അവരുടെ റിലേറ്റീവ് വോളിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. RUBP ആരോട് കമ്പൈൻ ചെയ്യണം എന്നുള്ളത് അവരുടെ റിലേറ്റീവ് വോളിയത്തിനോട് ഡിപ്പെൻഡ് ചെയ്യും. ലീഫിൽ കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ RUBP കാർബൺ ഡൈ ഓക്സൈഡിനോട് കൂടും. ലീഫിൽ ഓക്സിജൻ കോൺസെൻട്രേഷൻ കൂടിയ RUBP ഓക്സിജനോട് കൂടും. RUBP കാർബൺ ഡൈ ഓക്സൈഡിനോട് കൂടിച്ചേരുന്ന പ്രക്രിയയാണ് കാർബോക്സിലേഷൻ. RUBP ഓക്സിജനുമായി ബൈൻഡ് ചെയ്യുന്ന പ്രക്രിയയാണ് ഓക്സിജനേഷൻ എന്നാണ് പറയാം. RUBPന്റെ ഓക്സിജനേഷൻ ആക്ടിവിറ്റി എന്നാണ് പറയാം. ക്ലിയർ അല്ലേ? ഇനി ഞാൻ പറയാൻ പോയിന്റ് നോക്കണേ. ഇവരുടെ 2 പേരുടെയും വോളിയം ഈക്വൽ ആയി വന്നാൽ അയാൾ RUBP കാർബൺ ഡൈ ഓക്സൈഡുമായിട്ടാണ് അസിമിലേറ്റ് ചെയ്യുക. അതായത് കൃത്യമായിട്ട് പഠിക്കണേ. RUBPനോട് ഇഷ്ടമുണ്ട്, ഓക്സിജനോട് ഇഷ്ടമുണ്ട്, പക്ഷെ റിലേറ്റീവ് വോളിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. ബൈൻഡിങ് കോമ്പറ്റേറ്റീവ് ആണ്, റിലേറ്റീവ് വോളിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ കൂടി RUBP കാർബൺ ഡൈ ഓക്സൈഡിനോട് കൂടും, ഓക്സിജൻ കോൺസെൻട്രേഷൻ കൂടി ഓക്സിജനോട് കൂടും. പക്ഷെ 2 പേരുടെയും വോളിയം ഈക്വൽ ആയിട്ട് വന്നാൽ RUBP കമ്പൈൻസ് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ്. ക്ലിയർ ആണല്ലോ? ഇനി പറയാൻ പോണേ, ലീഫില് ഓക്സിജൻ കോൺസെൻട്രേഷൻ കൂടി. അപ്പൊ എന്താ പറ്റുക? അപ്പൊ RUBPയുടെ കാർബോക്സിലേഷൻ നടക്കാതെ ഓക്സിജനേഷൻ നടക്കും. RUBP കമ്പൈൻസ് വിത്ത് ഓക്സിജൻ. ഈ ഓക്സിജനായിട്ട് കൂടി ചേർന്ന് കഴിഞ്ഞാൽ 1 മോളിക്യൂൾ ഓഫ് PGAയും 1 മോളിക്യൂൾ ഓഫ് ഫോസ്ഫോഗ്ലൈക്കോലേറ്റും ആണ്. 1 മോളിക്യൂൾ ഓഫ് ഫോസ്ഫോഗ്ലിസറിക് ആസിഡും 1 മോളിക്യൂൾ ഓഫ് ഫോസ്ഫോഗ്ലൈക്കോലേറ്റും ആണ് ഫോം ചെയ്യുക. ഈ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്നത് റുബിസ്കോ. കാർബോക്സിലേഷൻ കാറ്റലൈസ് ചെയ്യുന്ന റുബിസ്കോ ആണ്, ഓക്സിജനേഷൻ കാറ്റലൈസ് ചെയ്യുന്നതും റുബിസ്കോ ആണ്. കാരണം 2 പേര് കാർബോക്സിലേഷനും ഓക്സിജനേഷനും കഴിവുണ്ടായതുകൊണ്ടാണ് RUBP കാർബോക്സിലൈസ് ഓക്സിജനൈസ് എന്നുള്ള പേര് വന്നത്. ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ കാർബോക്സിലേറ്റ് ആണ് വർക്ക് ചെയ്യുക, ഇവിടെ ഓക്സിജനേഷൻ കൺട്രോൾ ചെയ്യുക ഓക്സിജനൈസ് ആണെന്ന് പഠിച്ചേക്കാം. റുബിസ്കോ എന്നുള്ള എൻസൈമാണ്. ഇനി പറയാൻ പോണേ, RUBP ഓക്സിജനുമായി കൂടിച്ചേർന്ന് റുബിസ്കോയുടെ പ്രസൻസിൽ 1 മോളിക്യൂൾ ഓഫ് PGAയും 1 മോളിക്യൂൾ ഓഫ് ഫോസ്ഫോഗ്ലൈക്കോലേറ്റും ഉണ്ടാകുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് ഫോട്ടോ റെസ്പിറേഷൻ എന്നാണ് ഈ പ്രക്രിയക്ക് പറയുക. ഫോട്ടോ റെസ്പിറേഷൻ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. ഇതിനെ പറയുന്ന പേരാണ് ഫോട്ടോ റെസ്പിറേഷൻ. ലൈറ്റിന്റെ പ്രസൻസിൽ റെസ്പിറേഷൻ നടക്കുക. കാരണം എന്താ? സാധാരണ RUBP കാർബൺ ഡൈ ഓക്സൈഡുമായി കൂടിച്ചേരുകയാണ് ചെയ്യേണ്ടത്. ഇതെന്താ സംഭവിക്കുന്നത്? RUBP ഓക്സിജനുമായിട്ട് കൂടിച്ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടും. അപ്പോൾ ഓക്സിജൻ ഉള്ളിലേക്ക് എടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടുന്ന പ്രക്രിയയാണ് റെസ്പിറേഷൻ. അത് ലൈറ്റിന്റെ പ്രസൻസിൽ പ്ലാന്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇതിനെ ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറയാം. ഇനി കണ്ടോ, ഫോട്ടോ റെസ്പിറേഷൻ നടന്നു കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താ? ഫോട്ടോ റെസ്പിറേഷൻ നടന്നു കഴിഞ്ഞാൽ ATP ഫോം ചെയ്യുന്നില്ല. ഫോട്ടോ റെസ്പിറേഷൻ നടന്നു കഴിഞ്ഞാൽ ATP ഫോം ചെയ്യുന്നില്ല. ATP ഫോം ചെയ്യുന്നില്ല. പോരാത്തതിന് ഷുഗറും ഫോം ചെയ്യുന്നില്ല.
എന്നാൽ ഉണ്ടാക്കി വെച്ച ATP NADPH ഉപയോഗിക്കുന്നുണ്ട്, പോരാത്തതിന് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആകെ മൊത്തം ടോട്ടൽ ഈ ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറഞ്ഞ പ്ലാന്റിന് ഒരു വേസ്റ്റ്ഫുൾ പ്രോസസ് ആണോ അതോ യൂസ്ഫുൾ പ്രോസസ് ആണോ? ജനറലി കൺസിഡേർഡ് ആസ് വേസ്റ്റ്ഫുൾ പ്രോസസ്. കാരണം ATP സിന്തസൈസ് ചെയ്യുന്നില്ല, ഷുഗർ സിന്തസൈസ് ചെയ്യുന്നില്ല, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് റിലീസ് ചെയ്യുന്നു, ഉണ്ടാക്കി വെച്ച ATP പ്ലാന്റ് ഉപയോഗിക്കുകയും ചെയ്യും. ഹൈറ്റ് റിയാക്ഷൻ വഴി ഉണ്ടാക്കി വെച്ച ATP പ്ലാന്റ് ഉപയോഗിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇതൊരു വേസ്റ്റ്ഫുൾ പ്രോസസ് ആണെന്നാണ് പറയാം. നോക്കണേ, ഇനി നമുക്ക് ഇവിടെ കറക്റ്റ് ചെയ്യുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ് എന്ന് ചോദിച്ചത്. കറക്റ്റ് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ്. നോക്കണേ, അതിൽ നമ്മൾ നോക്കുകയാണെ അൺലൈക്ക് ഫോട്ടോസിന്തസിസ് ദർ ഇസ് നൈദർ സിന്തസിസ് ഓഫ് ഷുഗർ നോർ ATP. അത് ശരിയാണ്. ഇത് ഫോട്ടോസിന്തസിസ് പോലെയല്ല. ഫോട്ടോ റെസ്പിറേഷനിൽ ഷുഗർ ഉണ്ടാക്കുന്നില്ല, ATP ഉണ്ടാക്കുന്നില്ല. കറക്റ്റ് ആണ് സ്റ്റേറ്റ്മെന്റ്. നമ്മളോട് ചോദിച്ചേക്കുന്നത് നോട്ട് കറക്റ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഡ്യൂറിംഗ് ഫോട്ടോ റെസ്പിറേഷൻ ഓക്സിജൻ ഈസ് യൂട്ടിലൈസ്ഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് റിലീസ്ഡ്. ശരിയാണ്. ഓക്സിജൻ ഉള്ളിലേക്ക് എടുത്തിട്ട് അവിടെയുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ചൂട് RUBP കൂടേണ്ട കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടുകയാണ് ചെയ്യുക. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ലൈക്ക് സെല്ലാർ റെസ്പിറേഷൻ ഫോട്ടോ റെസ്പിറേഷൻ റിസൾട്ട്സ് ഇൻ ദ സിന്തസിസ് ഓഫ് ATP എന്ന് പറഞ്ഞാൽ തെറ്റാണ്. സെല്ലുലാർ റെസ്പിറേഷനെ പോലെ ഫോട്ടോ റെസ്പിറേഷനിൽ ATP ഉണ്ടാവുന്നില്ല, ATP ഉപയോഗിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ലൈക്ക് ഡാർക്ക് ഫേസ് ഓഫ് ഫോട്ടോസിന്തസിസ് ഫോട്ടോ റെസ്പിറേഷൻ യൂട്ടിലൈസസ് ATP. കണ്ടോ, ഡാർക്ക് റിയാക്ഷനിൽ ATP ഉപയോഗിക്കുന്ന പോലെ തന്നെ ഫോട്ടോ റെസ്പിറേഷൻ നടക്കണമെങ്കിലും ATP ഉപയോഗിക്കുന്നുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നമ്മളോട് ചോദിക്കുന്നത് ശരി അല്ലാത്തത് ഏതെന്നാണ്. അതുകൊണ്ട് ഓപ്ഷൻ 3 ആണ് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ ആണോടാ? ഓക്കെ ആണോ? കറക്റ്റ് ആയിട്ട് കിട്ടിയോ? ഇപ്പോൾ ഫോട്ടോ റെസ്പിറേഷൻ എന്നുള്ള ടോപ്പിക്ക് വൃത്തിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി. എങ്കിൽ അടുത്ത് ചെയ്ത് നോക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് കാൽവിൻ സൈക്കിൾ വേർ കാർബൺ ഡൈ ഓക്സൈഡ് യൂട്ടിലൈസസ് ഫോർ ദ കാർബോക്സിലേഷൻ ഓഫ് RUBP ഈസ് കാൾഡ്. അപ്പോൾ നമുക്കറിയാം കാൽവിൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ മെൽവിൻ കാൽവിനും അദ്ദേഹത്തിന്റെ കൊളീഗ്സും കൂടിയാണ് എന്ത് കണ്ടുപിടിക്കുന്നത്. മെൽവിൻ കാൽവിനും അദ്ദേഹത്തിന്റെ കൊളീഗ്സും കൂടിയാണ് എന്ത് കണ്ടുപിടിക്കുന്നത്. ആൽഗൽ ഫോട്ടോസിന്തസിസ് നടത്തി ആൽഗയിൽ റേഡിയേഷന്റെ എഫക്റ്റ് പഠിക്കാൻ വേണ്ടി പോയപ്പോൾ അവർ അവിചാരിതമായിട്ടാണ് എന്ത് കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത് എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ആ ടീമിന്റെ ലീഡറായ മെൽവിൻ കാൽവിൻ എന്ന സയന്റിസ്റ്റ് ആയതുകൊണ്ട് അതിന് നമ്മൾ കാൽവിൻ സൈക്കിൾ എന്ന് പേര് കൊടുത്തു. കാൽവിൻ സൈക്കിളിന് പ്രധാനമായിട്ടും 3 സ്റ്റേജുകളാണുള്ളത്. എല്ലാവർക്കും അറിയാം കാൽവിൻ സൈക്കിളിന് 3 സ്റ്റേജുകളാണുള്ളത്. ഏതൊക്കെയാണ്? കാർബോക്സിലേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്, രണ്ടാമത്തതാണ് റിഡക്ഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്, മൂന്നാമത്താണ് കുട്ടികളെ റീജനറേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. കാർബോക്സിലേഷൻ, റിഡക്ഷൻ, റീജനറേഷൻ. അതിൽ കാർബോക്സിലേഷൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞു എന്താ, RUBP കാർബൺ ഡൈ ഓക്സൈഡുമായി കൂടിച്ചേർന്ന് 2 മോളിക്യൂൾസ് ഓഫ് PG ഉണ്ടാവുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് കാർബോക്സിലേഷൻ. ക്ലിയർ ആണല്ലോ? ഈ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്ന റുബിസ്കോ ആണ്. ഇവിടെ ATPയും NADPH ഉപയോഗിക്കുന്നില്ല. നോ ATP ആൻഡ് നോ NADPH. അവിടെ ATP NADPH ഉപയോഗിക്കുന്നില്ല. എന്നാൽ റിഡക്ഷൻ എന്നുള്ള ഒരു സ്റ്റേജിൽ 2 ATPയും 2 NADPHും ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ റീജനറേഷൻ എന്നുള്ള സ്റ്റെപ്പിൽ 1 ATP മാത്രമാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ശരിക്കും പഠിക്കേണ്ടോ. കാൽവിൻ സൈക്കിളിൽ 3 സ്റ്റെപ്പ്: കാർബോക്സിലേഷൻ, റിഡക്ഷൻ, റീജനറേഷൻ. കാർബോക്സിലേഷൻ എന്നുള്ള സ്റ്റെപ്പിൽ ATP NADPH ഉപയോഗിക്കുന്നില്ല. റിഡക്ഷൻ എന്നുള്ള സ്റ്റേജിൽ 2 ATP 2 NADPHും റീജനറേഷനിൽ 1 ATP ആണ് ഉപയോഗിക്കുന്നത്. ഇനി ശരിക്കും ശ്രദ്ധിക്കണം. ഈ കാൽവിൻ സൈക്കിളിന്റെ ഒരു ടേൺ തിരിയുമ്പോൾ, ശരിക്കും കേട്ടുള്ള കണക്കാണ് ഞാൻ പറയാൻ പോണേ. കാൽവിൻ സൈക്കിളിന്റെ ഒരു ടേൺ തിരിയുമ്പോൾ 1 കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യും. കാൽവിൻ സൈക്കിളിൽ ഒരു ടേൺ ചെയ്യുമ്പോൾ 1 കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യും. 3 ATP ഉപയോഗിക്കും. കണ്ടോ, ഇവിടെ 2 ATPയും റീജനറേഷൻ എന്നുള്ള സ്റ്റെപ്പിൽ 1 ATPയും അതുപോലെ തന്നെ 2 NADPHും ഉപയോഗിക്കും. ഇപ്പോൾ കാൽവിൻ സൈക്കിളിൽ ഒരു ടേൺ തിരിയുമ്പോൾ 1 കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടി 3 ATP 2 NADPH ഉപയോഗിക്കും. നമുക്ക് 1 മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് കിട്ടണമെങ്കിൽ കാൽവിൻ സൈക്കിള് 6 ടേൺ കറങ്ങണം. 6 ടേൺ കറങ്ങണം എന്നുണ്ടെങ്കിൽ 6 ടേൺ കറങ്ങി കഴിയുമ്പോൾ 6 കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് 1 മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് കിട്ടുക. 6 ടേൺ തിരിഞ്ഞ് 6 കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യുമ്പോഴാണ് 1 മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് കിട്ടുക. അങ്ങനെ 1 മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് കിട്ടണമെങ്കിൽ നമ്മൾ ഒരു സ്റ്റേജിൽ 3 ATP ആണെങ്കിൽ 6 സ്റ്റേജിൽ 6 സൈക്കിളിൽ 18 ATP ഉപയോഗിക്കണം. എന്നാൽ ഒരു ടേണിന് 2 NADPH ആണെങ്കിൽ 6 ടേണിന് നമ്മൾ 12 NADPH ഉപയോഗിക്കണം. ക്ലിയർ ആയിട്ട് മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. 1 മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചിലവാക്കേണ്ടത്? 18 ATPയും 12 NADPHും ചിലവാക്കണം. ഇനി ചോദ്യം സിമ്പിൾ ആയിരുന്നു. ഇവിടെ എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ്? RUBP കാർബൺ ഡൈ ഓക്സൈഡുമായി കൂടിച്ചേരുന്ന പ്രക്രിയക്ക് പറയുന്ന പേരെന്താണെന്നാണ് ചോദ്യം. കാർബോക്സിലേഷൻ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? റിഡക്ഷൻ. ഒരു സീരീസ് ഓഫ് റിയാക്ഷൻസിന് വിധേയമായിട്ട് 6ാമത്തെ റിഡക്ഷൻ ചെയ്യുന്ന 1 മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് പുറത്തേക്ക് വരും. റീജനറേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്താ? ഇറ്റ് ഈസ് ദ റീജനറേഷൻ ഓഫ് RUBP. ഒരു റീജനറേഷന് എന്താണ് നടക്കേണ്ടത്? 1 ATP ആണ്. അങ്ങനെ 6 റീജനറേഷൻ നടക്കാൻ 6 ATP ആണ് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഇതിന്റെ ഇന്നും ഔട്ടും ഒന്ന് എഴുതി നോക്കാം. നമുക്ക് ഇൻപുട്ട് എന്ത് കൊടുക്കണം, ഔട്ട്പുട്ട് എന്താണ് കിട്ടുക? ഇൻപുട്ട്, ഔട്ട്പുട്ട്. എടാ പറഞ്ഞു നോക്കിക്കേ, പെട്ടെന്ന് പറഞ്ഞു നോക്കിയാൽ മക്കളെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. ഇൻപുട്ട് നമ്മൾ 6 കാർബൺ ഡൈ ഓക്സൈഡിനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് 1 മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് പുറത്തേക്ക് വരും. 18 ATPനെ നമ്മൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് 18 ADP ആയിട്ട് അവിടെ ബാക്കി ഉണ്ടായിരിക്കും. ഇനി 12 NADPHനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ NADPHനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ 12 NADP ആയിട്ട് അതവിടെ ബാക്കി ഉണ്ടായിരിക്കും. ഇതാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് നമുക്ക് പറയാനുള്ളത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേടാ കുഞ്ഞുങ്ങളെ? ക്ലിയർ അല്ലേ?
എങ്കിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട അടുത്തൊരു ചോദ്യം ചെയ്യാം. ഫോട്ടോസിന്തസിസിൽ നോക്കണേ, ഫോട്ടോസിന്തസിസ് ഇലക്ട്രോൺസ് ആർ നോക്കണേ, ഫോട്ടോസിന്തസിൽ ഇലക്ട്രോൺസ് ദാറ്റ് ആർ മൂവ്ഡ് ഫ്രം ഫോട്ടോസിസ്റ്റം ടു മസ്റ്റ് ബി റീപ്ലേസ്ഡ്. ദിസ് ഈസ് അച്ചീവ്ഡ് ബൈ ഇലക്ട്രോൺ അവൈലബിൾ ഫ്രം. നമുക്കറിയാം 2 ഫോട്ടോ സിസ്റ്റംസ് ഉണ്ട്. അതിൽ ആദ്യം പങ്കെടുക്കുക PS2 ആണ്, പിന്നീട് ആരുണ്ടായിരിക്കും PS1 ഉണ്ടായിരിക്കും. ഇയാൾക്ക് ഇവിടെ ഒരു LHC ഉണ്ട്, അതുപോലെ തന്നെ PS1നും ഒരു LHC ഉണ്ട്. ഇവരെ തമ്മിൽ കണക്ട് ചെയ്യാൻ ETS ഉണ്ട്. ഇലക്ട്രോൺ ഇവിടുന്ന് എമിറ്റ് ചെയ്യും, ഇങ്ങനെ പോയിട്ട് ഇങ്ങനെയാണ് പോവാൻ നമുക്കറിയാം. ഇനി ഇവിടുന്ന് എമിറ്റ് ചെയ്യണ ഇലക്ട്രോണിനെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, കണ്ടോ, ഫോട്ടോ സിസ്റ്റം 2 എക്സൈറ്റ് ചെയ്യണ ഇലക്ട്രോണിനെ റീപ്ലേസ് ചെയ്യുന്നത് ആരാണ്? ഇവിടെയുള്ള വാട്ടർ സ്പ്ലിറ്റിംഗ് വഴിയുള്ള ഇലക്ട്രോണുകളാണ്. വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 ഇലക്ട്രോണും 2 H+ഉം അതിന്റെ കൂടെ ഒരു ഓക്സിജനും ഉണ്ടാവും. എന്നാൽ PS1ന്റെ ഇതൊന്ന് നഷ്ടപ്പെടുന്ന ഇലക്ട്രോണിനെ റീപ്ലേസ് ചെയ്യുന്നത് ഇലക്ട്രോൺ ഫ്രം PS2 ആണ്. ഇവിടുന്ന് നഷ്ടപ്പെടുന്ന ഇലക്ട്രോണിനെ റീപ്ലേസ് ചെയ്യുന്നത് ഇവിടുന്നുള്ള ഇലക്ട്രോൺ ആണ്. എന്നാൽ ഇവിടുന്ന് നഷ്ടപ്പെടുന്ന ഇലക്ട്രോണിനെ റീപ്ലേസ് ചെയ്യുന്നത് വാട്ടർ സ്പ്ലിറ്റിംഗ് വഴിയുള്ളതാണ്. സോ ഫ്രം ദ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ എന്ന് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരിക്കും. സോ മക്കൾക്ക് ഈ ഒരു ഏരിയ വൃത്തിയായിട്ട് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് വളരെ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ക്വസ്റ്റ്യൻസ് മാത്രമല്ല അതിൻ്റെ കൂടെയുള്ള തിയറിയും കൂടി പറഞ്ഞിട്ടുണ്ട്. 3 ചാപ്റ്ററുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. സോ വളരെ നന്നായിട്ട് പഠിക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ് നമ്മൾ ഈ രീതിയിൽ പറയാൻ ഉദ്ദേശിച്ചത്. സോ മക്കളെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും നല്ല മാർക്ക് ഇടട്ടെ. ആത്മാർത്ഥമായിട്ട് പഠിക്കാം. താങ്ക് യു.